ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറ് ഉണ്ടാക്കണം. കറി ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഫസ്റ്റ് ചോറ് ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ മറ്റേ ബസ്മതിയുടെ റൈസാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ട് ബസ്മതി റൈസാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യണത്. കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പോൾ ചോറ് വാഷ് ചെയ്യണം, അരി വാഷ് ചെയ്യണം. ഒരാള് വന്നിരിക്കുന്നുണ്ട്. പാത്രം കഴുകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും വന്ന് നോക്കിയിരിക്കും. അപ്പോൾ അരി വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അരി അടുപ്പത്ത് വെക്കാം. ഈ കുട്ടി എന്താ ചെയ്യുന്നത്? നമ്മൾ അരി അടുപ്പത്ത് വെക്കാൻ പോവാ. ഇന്ന് വെണ്ടയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആദ്യം ഉപ്പേരി ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഉപ്പേരി വേണ്ട, കുറെ വെണ്ടയ്ക്ക് എടുത്ത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ആകെ കുറച്ച് വെണ്ടയ്ക്ക് എടുത്തുള്ളൂ. അപ്പൊ ഫ്രൈ ചെയ്യാം. അപ്പൊ അതാകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഉപ്പേരിയും പെട്ടെന്ന് കഴിയും. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഫ്രൈ ചെയ്ത് നോക്കണത്. ട്രൈ ചെയ്യാം. ഈ വെണ്ടക്കായ എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഇതിനകത്ത് വല്ലതൊക്കെ ഇരിക്കുന്നുണ്ടോന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. കഴിഞ്ഞ ദിവസം വെച്ചപ്പോഴാണ് അരിഞ്ഞു കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്ന ഒരു കറുത്ത കുത്ത്. അത് നോക്കിയപ്പോ എന്താ പുഴു കാണില്ല. ഈ നടുക്ക് ഭാഗത്തൊക്കെ ഇരിക്കുള്ളൂ. പിന്നെ എന്താ ചെയ്യാ? നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുക്ക് ചെയ്യാന്ന് വലിയ ഇഷ്ടമൊന്നുമില്ല. തിന്നണ്ടേ എന്തേലും. അപ്പൊ അങ്ങനെ പരീക്ഷണങ്ങൾ നല്ലതാണ്. ഭാവിയിൽ ഉപകാരപ്പെടും അല്ലേ? ഭാവിയിൽ ഇത് മാത്രം ഉപകാരപ്പെടാതിരുന്നാൽ മതി. നമ്മുടെ എല്ലാവരുടെയും ഒരു മിക്കവാറും പെൺകുട്ടികളുടെ ഒക്കെ ഒരു പേടിയാണ് അടുക്കളയുടെ ഉള്ളില് കഴിഞ്ഞു പോവുമോ ലൈഫ് എന്നുള്ളത്. മേ ബി നമ്മൾ നമ്മുടെ അമ്മമാരെയൊക്കെ കണ്ടിട്ടായിരിക്കും. ജോലി ചെയ്യണ അമ്മമാരുണ്ട് കേട്ടോ. ജോലി ചെയ്യാതെ ഹൗസ് വൈഫ് ആയിട്ടിരിക്കണം, ഹോം മേക്കർ ആയിട്ടിരിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന അമ്മമാരും ഉണ്ട്. അതുപോലൊന്നും ആവല്ലേ എന്ന് പേടിക്കുന്ന പലരും ആയിരിക്കും നമ്മൾ. നമുക്ക് ജോലിയൊക്കെ ഉണ്ടാവും. പക്ഷെ ജോലിയൊക്കെ ഉണ്ടെങ്കിലും സപ്പോർട്ടീവായിട്ടുള്ളൊരു ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് സപ്പോർട്ടീവ് അല്ല എങ്കിൽ നമ്മൾ ജോലിയും ചെയ്യണം, അടുക്കളയിലും ജോലി ചെയ്യണം. ഇത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു പേടി സ്വപ്നാണല്ല ഒട്ടുമിക്ക ബന്ധുക്കാരുടെ. പകുതി മുക്കാൽ ആൾക്കാരും ആ പേടി കാരണം എനിക്കൊന്നും പഠിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാം ചെയ്യാൻ അറിയാം, പക്ഷെ ഞാൻ വീട്ടിലൊന്നും ചെയ്യില്ലായിരുന്നു. സ്വരം ഉണ്ടായിട്ടില്ല. കാരണം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ആ ലാപ്പിന്റെ മുന്നിൽ നിന്ന് എണീക്കാൻ സമയം കിട്ടാറില്ല. എന്നാ ഇവിടെ വന്നപ്പോ എല്ലാം തിരിഞ്ഞു മറിഞ്ഞു. നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കണം. എന്താല്ലേ? അപ്പൊ വെണ്ടയ്ക്കകളെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് ബാക്കിയുള്ള പ്രോസസ് നോക്കാം. ചോറ് ഇവിടെ തിളച്ച് മറിയുന്നുണ്ട്, പക്ഷെ ആയിട്ടില്ല, കുറച്ചുകൂടി ആവാനുണ്ട്. അപ്പൊ നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് തുടങ്ങാം. കുറച്ച് ഐറ്റംസേ ഉള്ളൂ. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ചിടാം. അതിന് കൂടിയ മഞ്ഞൾപ്പൊടിയുടെ ചില സാധനങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ മണം വരാറുണ്ട്. എന്താ അത് കൂടിയിട്ടാണേ. പിന്നെ കാശ്മീരി മുളക് പൊടി നല്ലത്. പക്ഷെ ഇവിടെ കാശ്മീരി ഇല്ല. നോർമൽ മുളക് പൊടി കുറച്ച്
കുറച്ചും കൂടി. പിന്നെ നമ്മുടെ ഗരം മസാലയും കുറച്ച് മതി ഒരു പേരിന്. പിന്നെ ഇവിടെ അച്ഛൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവം കുരുമുളക് മസാല. ഞങ്ങളുടെ ഇരിക്കുന്നത് കുരുമുളക് മസാല. ഈ സംഭവം ഭയങ്കര സ്മെല്ലാട്ടോ. എന്താ അതിൻ്റെ ഉള്ളിൽ ചേർത്തിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല. സംഭവം നല്ല സ്മെല്ലും സൂപ്പർ. ഇതിന്റെ റെസിപ്പി വേണ്ട ആൾക്കാര് പ്രത്യേകമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛനെ അറിയുള്ളൂ എന്താണ് ഇതിന്റെ ഈ കൂട്ടിന്റെ രഹസ്യം. അച്ഛൻ ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഐറ്റംസിനും ഈ സാധനം ചേർക്കാറുണ്ട്. അതന്നെ പ്രത്യേക ഒരു സ്മെല്ലും ഉണ്ടാവാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്യാം. കുറച്ച് കേട്ടോ, കുറച്ച്. ഓക്കെ. എന്താ നെക്സ്റ്റ് വേണ്ടത്? ഉപ്പ് വേണമല്ലോ. ഉപ്പിന്റെ അളവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. കുറച്ചുപ്പ് മതിയെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതുപോലെ. പിന്നെ ഇതിനകത്ത് കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിൽ. ഇവിടെ തണുപ്പായ കാരണം കട്ട ചെയ്തിരിക്കുക. കുറച്ച് വേണ്ട കോക്കനട്ട് ഓയിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യണമായിരിക്കും നല്ലത്. ഞാനിപ്പോ ആദ്യം സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുത്തത് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചിങ്ങനെ കൈ ഇങ്ങനെ ചുട്ട് കയറും. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ടതായിരിക്കും നല്ലത്. പക്ഷെ ഇതിലൊക്കെ ആവണമെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം. കൈ വെച്ച് മിക്സ് ചെയ്യാം. അപ്പൊ അതിന്റെ ഉള്ളിലും എല്ലായിടത്തും ഒന്ന് നമ്മളുടെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് കുറച്ചു നേരം വെക്കാം. ഇപ്പൊ അവിടെ എല്ലായിടത്തൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അയ്യോ വേണ്ട, കഴിക്കട്ടെ. കുറച്ചു നേരത്തേക്ക് ഈ സംഭവം ഒന്ന് മാറ്റി വെക്കാം. അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ സ്പൂണും കട്ടിങ് ബോർഡൊക്കെ വാഷ് ചെയ്യാം. ചോറും ആവാറായിട്ടുണ്ട്. ശുചിരി നീ ചോറായ നോക്കാം നമുക്ക്. ചോറായ അങ്ങനെ നമ്മൾ ചോറായിട്ടുണ്ട് കേട്ടോ. ചോറ് നമുക്ക് വാർത്ത് വെക്കാം. ചോറ് വാർക്കാനാണ് കുറച്ച് പണ്ടും സ്റ്റഡിയാണ്, ഇപ്പോഴും പേടിയാണ്. നെക്സ്റ്റ് നമ്മുടെ വെണ്ടക്കായ കുറച്ചേരം അതിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മുടെ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. കുറച്ചൊക്കെ ഫ്രൈ ചെയ്യാനല്ലേ, പക്ഷെ നമുക്ക് ഡീപ്പ് ഫ്രൈ വേണ്ട. അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. അതുകൊണ്ട് നമുക്ക് ഇത്ര മതി. നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി പുകയൊന്നും വരണ്ട. അപ്പൊ അതിന് മുന്നേ സാധനം ഇടാം. ഭയങ്കര മുളക് കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കുഴപ്പമില്ല. അവിടെ ഇരുന്നാവട്ടെ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോയാലോ. നമ്മുടെ ഐറ്റം റെഡിയായി. പാത്രത്തിലേക്ക് ഇടാം. ഇത് കരിഞ്ഞതല്ല കേട്ടോ, മസാല ഒക്കെ അതിന്റെ മുകളിൽ പിടിച്ചതാ. ടേസ്റ്റ് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാകുമായിരിക്കും. അവിടെ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ചോറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. കുറച്ച് ചോറിട്ട് വെച്ചാല് ഇത്ര മതിയില്ലേ. മസാല ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ പണ്ടേ ചെറുപ്പത്തില് ഇപ്പൊ ചെയ്യാറുണ്ടോ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. നമ്മള് വീട്ടില് മത്തിക്ക് കിട്ടുന്ന സമയത്ത് മത്തിക വറുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ചോറിട്ടിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കഴിക്കും. നല്ല ടേസ്റ്റാണ്. അങ്ങനെയല്ല ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയും, കമന്റ് ബിലോ. ആരുടെ നമ്മുടെ കയ്യിലൊക്കെ കമന്റ് ചെയ്യാൻ വരുന്നത്? ബട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യൂ. എനിക്കറിയാലോ നമ്മളെ പോലെ
കൊറേ പേരുണ്ട് എന്ന് അപ്പോഴല്ലേ നമ്മളറിയാം. ഈ സംഭവം ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. റോസിക്കയുടെ ചാനലിൽ പറയില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് പറയണ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല കേട്ടോ, ഈ സാധനം ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, ഇത് കഴിച്ചു നോക്കാം. എണ്ണ, ഭയങ്കര എണ്ണ. അപ്പൊ നമുക്ക് കറി ചൂടാക്കണം. കറി ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച പരിപ്പ് കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കാം. അപ്പൊ നമ്മൾ കറി വെച്ചിട്ട് ചൂടാക്കാം. ടൈം കൊണ്ട് നമ്മൾക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യാം. ഇത് നമ്മൾ അപ്പം വാഷ് ചെയ്തിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എല്ലാം കൂടി തലയ്ക്ക് ഭ്രാന്ത് വരും. അപ്പൊ നമ്മൾ അപ്പം വാഷ് ചെയ്യേണ്ടായിരിക്കും കേട്ടോ. എപ്പോഴാണെങ്കിലും നമ്മൾ തന്നെ വാഷ് ചെയ്യണ്ടേ. അപ്പം തീരുകയാണെങ്കിൽ അങ്ങനെ തീരുമല്ലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കൂടി നമ്മൾ അത്രയും സമയം നമ്മൾ കളയും. നമ്മൾ അപ്പം തീർത്ത് കഴിയും. എന്താണ് അത് ശരിയല്ലേ? നമ്മൾ അപ്പം ചെയ്യണ്ടല്ലേ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ വാഷ് ചെയ്ത് തീർക്കേണ്ടി വരും. കുട്ടി എന്താണ് വന്ന് നോക്കിയിരിക്കുന്നത്. കറി റെഡി, ചോറ് റെഡി, വെണ്ടയ്ക്ക വറുത്തത് റെഡി. അപ്പൊ പിന്നെ ചോറുണ്ടാകും. അപ്പൊ എല്ലാം റെഡി ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഇത് കുക്കിംഗ് വ്ളോഗല്ലേ, ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ നിഷ്കുട്ടി? ഇപ്പൊ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോകും. എല്ലാവരോടും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാൻ പറഞ്ഞേ നിഷേ. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പറയണ കേട്ടില്ലേ? ആണോറാ? ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പൊ എല്ലാവരോടും ബൈ പറഞ്ഞേ. Bye. Okay.